ഇത് നദീമിൻ്റെ കേസ് സ്റ്റഡിയാണ്. നദീം പ്രവാസിയായിരുന്നു. ഇന്ന് നാട്ടിൽ മലപ്പുറത്ത് ഒരു ബിസിനസ് ചെയ്യുന്നു. ഇവിടെ സെറ്റിൽഡാണ്. സക്സസ്ഫുള്ളായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കുന്നു. ഈ വീഡിയോ പ്രവാസികളായ വർഷങ്ങളായി ഗൾഫിൽ ജോലി ചെയ്യുന്ന എന്നാൽ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണമെന്നും ഇവിടെ ഒരു ബിസിനസ്സോ ജോലിയോ ഒക്കെ ചെയ്ത് ശിഷ്ടകാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പ്രവാസികൾക്കും എല്ലാ ഗൾഫുകാർക്കും ഈ വീഡിയോ, ഈ കേസ് സ്റ്റഡി ഒരു റെഫറൻസ് ആകുമെന്ന ഉത്തമ ബോധ്യത്തിൻ്റെ പിന്നിലാണ് ഈ വീഡിയോയുമായി നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ഞാൻ പറഞ്ഞു, നദീം ഒരു പ്രവാസിയായിരുന്നു. സൗദിയിൽ ഒരു പ്ലാസ്റ്ററിങ് കമ്പനിക്ക് വേണ്ടിയിട്ടായിരുന്നു നദീം വർക്ക് ചെയ്തിരുന്നത്, കോൺട്രാക്ടറായിട്ട്. നദീമിൻ്റെ ആഗ്രഹം നാട്ടിൽ മലപ്പുറത്ത് വന്ന് സെറ്റിൽ ചെയ്യണം. എന്ത് തന്നെ വന്നാലും കോടീശ്വരനാകണമെന്നോ വലിയ ലൈഫ് സ്റ്റൈലൊന്നുമില്ല. സ്വന്തം നാട്ടിൽ വന്ന് ബാക്കി ജീവിതം, ശിഷ്ടജീവിതം ഫാമിലിയോടുകൂടെ ജീവിക്കണം, അത്രമാത്രം. ഈ കാര്യം നദീം എപ്പോഴൊക്കെ ആഗ്രഹിക്കുന്നു, എപ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. നദീമിൻ്റെ മനസ്സിൽ രണ്ട് തോട്ടാണ് വരുന്നത്. നദീം എപ്പോഴും ബൈനറി തോട്ടിലാണ്. ഒന്ന് ഒരു ഫെയ്ത്ത്, രണ്ട് ഫിയർ. അതായത് നദീമിന് ഇവിടെ വരാം, കുഴപ്പമൊന്നുമില്ല, എത്രയോ ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, ഇവരെല്ലാവരും ഗൾഫ് പോയിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ എനിക്കും അവിടെ പോയാൽ പറ്റും എന്നുള്ളൊരു ഫെയ്ത്ത് ഉണ്ട്. അതേസമയം തന്നെ ഗൾഫിൽ നിന്നും ജോലി മതിയാക്കി ഇവിടെ വന്ന പല ആളുകളും ഇനി ഗൾഫിലോട്ടില്ല എന്ന് അറുത്തു മുറിച്ച് വന്ന ആളുകൾ പോലും വർഷങ്ങൾക്കുള്ളിൽ തിരിച്ച് ഗൾഫിലെത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള ജോലി പോയാലോ എന്ന ഫിയർ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ടാണ് നദീം ചിന്തിക്കുന്നതും പിന്നീട് കരിയർ സക്സസ്ഫുള്ളി ആയി നമ്മുടെ നാട്ടിലേക്ക് പറിച്ചു നടന്നതും. അപ്പോൾ ആ നദീമിൻ്റെ ആ യാത്രയാണ് കൃത്യമായി പാഠങ്ങളാക്കി, ലെസൺസാക്കി ഈ കേസ് സ്റ്റഡിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ നദീമിനെ ആദ്യമായി കാണുന്നത് ഹൈ ഇൻകം സ്ക്വാഡിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. അന്ന് നദീമുമായി കണ്ടക്ട് ചെയ്ത ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം. നദീം എന്താണ് പറയുന്നത് എന്ന് നോക്കി നമുക്ക് ഈ കേസ് സ്റ്റഡിയുമായി മുന്നോട്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ 8 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് വർക്ക് കഴിഞ്ഞാൽ അതിന് കുറച്ച് സമയം നമുക്ക് ഫ്രീ ആയിട്ട് ടൈം കിട്ടും. ആ സമയത്ത് നമ്മൾ ബിസിനസ് മെയിൻ ചെയ്യാണ്, മനസ്സിലിട്ട് ഞാൻ ഇങ്ങനെ കളിക്കുകയാണ്. നാട്ടിൽ പോയി എന്തെങ്കിലും സെറ്റിൽ ആവണമെന്നില്ലേ. അങ്ങനെ ഞാൻ അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ട് നാട്ടിലെത്തി വീണ്ടും ഒരു ബിസിനസ് തുടങ്ങി. പക്ഷെ അത് സാന്ദർഭികമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പിന്നീട് നമ്മൾ പിന്നെയും ട്രൈ ചെയ്തു. ആ ട്രൈ ചെയ്ത് രണ്ടാമത്തതിൽ നമ്മൾ സക്സസ് ആയി. നമ്മൾ അതിൽ ഒറ്റ പോയിന്റേ ഉള്ളൂ, നമ്മൾ അവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നു സെയിം മെത്തേഡ് നമ്മൾ നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ, ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ആ ബിസിനസ്. അതാണ് നമുക്ക് ഇതിന്ന് നമ്മളെ എക്സ്പീരിയൻസ് മനസ്സിലായത്. ഇതാണ് നദീമിൻ്റെ കറണ്ട് സോൺ. സൗദിയിലാണ്. ഇവിടെയാണ് ഡെസ്റ്റിനേഷൻ സോൺ, അതായത് സ്വന്തം നാടായ മലപ്പുറം. നദീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിയർ സോൺ എപ്പോഴും നദീമിനെ വേട്ടയാടുന്നുണ്ട്. ഈ ജോലി എനിക്ക് നഷ്ടപ്പെടുമോ, ഞാൻ ഈ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ പോയാൽ പിന്നെ എനിക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എൻ്റെ കുടുംബം പട്ടിണിയാവോ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലേ, അങ്ങനെ ഒരു ഫിയർ സോൺ. ചിലപ്പോഴൊക്കെ നദീമിൻ്റെ കൂട്ടുകാരൊക്കെ നാട്ടിൽ വന്ന് അവരെല്ലാം ഇങ്ങോട്ട് തിരിച്ചു വരണ്ട എന്ന് പറഞ്ഞ്, ഇവിടെ നാട്ടിലത്തെ ഗൾഫിലെ പോലെ ഒന്നല്ല, ഇവിടെ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്, ഇവിടെ ജീവിതം മുന്നോട്ട് തന്നെ പോകാൻ ഭയങ്കര പാടാണ് എന്ന് പറഞ്ഞ് നദീമിനെ പലരും ഈ ഫിയർ സോണിൻ്റെ ആ ഒരു ഉൾവലയത്തിലേക്ക് വീണ്ടും വീണ്ടും ഫിയർ സോൺ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നദീം പലപ്പോഴും എന്നാൽ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കാം, വർഷത്തിൽ ഒരിക്കലെങ്കിലും നാട്ടിൽ പോകുന്നുണ്ടല്ലോ, അത് മതി എന്ന് കരുതി ചിന്തിക്കും. അപ്പോഴാണ് നദീം മറ്റു പല ആളുകളും, സക്സസ്ഫുള്ളായ ആളുകളുടെ വീഡിയോസോ, നാട്ടിൽ ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കുന്ന, ഗൾഫിൽ നിന്നും പോയി നാട്ടിൽ നിന്നും ബിസിനസ് ചെയ്ത് വിജയിച്ച ആളുകളുടെ കഥകളൊക്കെ. അപ്പോൾ നദീമിന് വീണ്ടും ഒരു ഫെയ്ത്ത് വരികയാണ്, എനിക്കും ഇതുപോലെയൊക്കെ പറ്റുമല്ലോ, ഞാനൊരു കോൺട്രാക്ടറാണ്, നാട്ടിൽ ഒരുപാട് വീടുകളൊക്കെ പണി നടക്കുന്നുണ്ടല്ലോ, എനിക്കും അത്തരത്തിലുള്ള കോൺട്രാക്ടിങ് വർക്കുകൾ കിട്ടും, എൻ്റെ പരിചയത്തിൽ തന്നെ എത്ര ആളുകളുണ്ട്. അങ്ങനെ നദീം, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബൈനറി മൈൻഡിലാണ്. അപ്പോൾ നദീം ഈ കറണ്ട് സോണിൽ നിന്നും ഫിയർ സോണിൻ്റെയും ഫെയ്ത്ത് സോണിൻ്റെയും പിടിയിലാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നദീം മനസ്സിലാക്കി, ഈ ഫെയ്ത്ത് സോണും ഫിയർ സോണും എന്ന് പറയുന്നത് ഇത് റിയാലിറ്റിയേ അല്ല, ഇത് രണ്ടും ഫേക്കാണ്, മനസ്സിലുള്ള ചിന്തകൾ മാത്രമാണ്. എനിക്ക് അവിടെ പോയാൽ സുരക്ഷിതമായ, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഫെയ്ത്തും ഒരു ഫേക്കാണ്. ഞാൻ അവിടെ പോയാൽ എൻ്റെ ഉള്ള ജോലി പോലും വരുമാനം നിന്ന് പോകും എന്നുള്ള ഫിയറും
ഒരു ഫേക്കാണ്. ഇവിടെ നിന്നാണ് നദീം അയാളുടെ കരിയറിൻ്റെ യഥാർത്ഥത്തിലുള്ള മാപ്പ് റീലൊക്കേറ്റ് ചെയ്യുന്നത്. നദീം ഒരു പുതിയ സോണ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ സോണിൻ്റെ പേരാണ് ലേണിംഗ് സോൺ. പുതിയൊരു സോൺ, ഫേക്ക് സോൺ ആണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു ലേണിംഗ് സോൺ എന്ന് പറയുന്ന ഒരു പുതിയ സോണ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നദീം 3 കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. താനൊരു കോൺട്രാക്ടറാണ്. ഈ കോൺട്രാക്റ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ ഈ ഒരു കോൺട്രാക്റ്റായിട്ട് ഒരു പ്ലാസ്റ്ററിങ് കോൺട്രാക്ടർക്ക് നാട്ടിൽ ഇപ്പോഴത്തെ ഡിമാൻഡ് എന്താണ് എന്നതാണ് ലേണിംഗ് സോണിൽ നദീബ് ആദ്യം പഠിക്കുന്നത്. അത് 2 കാര്യങ്ങളാണ് നദീബ് ചെയ്തത്. തൻ്റെ ജോലി ഒരു നൈസ് ടു ഹാവ് ആണോ അതോ മസ്റ്റ് ഹാവ് ആണോ? ഒരു വീട് വെക്കുന്ന ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് തൻ്റെ ജോലി കിട്ടിയാൽ കൊള്ളാമെന്നാണ്. ഒരു കോൺട്രാക്ടർ നിർബന്ധമാണോ അതോ കിട്ടിയാൽ കൊള്ളാമെന്ന്? ഒന്നുകൂടി എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നാണ് ഫുഡ് മസ്റ്റ് ഹാവ് ആണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫുഡ് ഉണ്ടായാലേ പറ്റൂ. അതേസമയം സിനിമയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ നൈസ് ടു ഹാവ് ആണ്. ജീവിതം ഒന്നുകൂടി ആസ്വാദ്യമാക്കാൻ, സന്തോഷകരമാക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ നദീം ആദ്യം ചെക്ക് ചെയ്തത് വീട് എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നൈസ് ടു ഹാവ് ആണോ മസ്റ്റ് ഹാവ് ആണോ? അദ്ദേഹത്തിന് ഫസ്റ്റ് കാര്യത്തിൽ കിട്ടി. അതെന്തായാലും ഇന്ന് മലയാളിക്ക് വീട് നിർബന്ധമാണ്. രണ്ടാമത് ലേണിംഗ് സോണിൽ നദീം ചെക്ക് ചെയ്തത് വേർ നീഡി പീപ്പിൾ ഗോ ഫോർ ഹിസ് സാറ്റിസ്ഫൈങ് ഹിസ് നീഡ്. അതായത് എനിക്കൊരു വീട് വെക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ആരെയാണ് സമീപിക്കുന്നത്, ആരുടെ അടുത്തേക്കാണ് ഒരു കോൺട്രാക്റ്റിങ്ങിന് വേണ്ടി പോകുന്നത്? അതായത് കോമ്പറ്റീറ്ററെ കുറിച്ച് പഠിക്കുകയാണ്. ആരൊക്കെയാണ് ഇപ്പോൾ അവിടെ കോൺട്രാക്റ്റിംഗ് ചെയ്യുന്നത്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അങ്ങനെ നദീം അവിടെയുള്ള നിയർ ബൈ ഉള്ള കോൺട്രാക്ടേഴ്സിനെ കുറിച്ചിട്ടും അവരുടെ സർവീസിനെ കുറിച്ചൊക്കെ പഠിക്കുകയാണ്. അവിടെ നദീം ഒരു ഗ്യാപ്പ് കണ്ടെത്തി. നദീമിൻ്റെ സർവീസും നദീം കൊടുക്കാൻ പോകുന്ന സർവീസും ഇപ്പോൾ അവിടുത്തെ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സർവീസും തമ്മിലൊരു ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്തു. അത് ആളുകളിലേക്ക് എത്തിക്കുന്നതോടുകൂടെ നദീമിന് അവിടെ സക്സസ്ഫുൾ ആകാൻ പറ്റുമെന്ന് വിശ്വാസമായി. ഇപ്പോഴും നദീം തിരിച്ചു പോകാനുള്ള തീരുമാനമെടുക്കുന്നില്ല. നദീം 3ാമത്തെ ഒരു കാര്യം കൂടിയും പഠിക്കുകയാണ്, കോമ്പറ്റീറ്റേഴ്സ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതായത് കേരളത്തിൽ ഒരു കോൺട്രാക്ടർക്ക് അയാളുടെ ജീവിതം ഹാപ്പി ആക്കാൻ പറ്റുന്ന, സന്തോഷകരമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടോ അവിടെ? അതായത് അവർക്ക് അത്യാവശ്യത്തിന് വരുമാനം അവിടെ കിട്ടുന്നുണ്ടോ ഒരു നല്ല കോൺട്രാക്ടർക്ക് എന്ന് നദീം പഠിക്കുകയാണ്. അപ്പോൾ നദീം അതും കൃത്യമായി മനസ്സിലാക്കി. അതായത് കോൺട്രാക്ടേഴ്സിന് കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുന്നുണ്ട്, നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് നദീം 4ാമത് എന്ത് ചെയ്തു, ആ ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നദീം കണ്ടൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ നാട് മലപ്പുറത്താണ്. മലപ്പുറത്ത് അധിക ആളുകളും വീട്ടിലുള്ള ആളുകളെല്ലാവരും വീട്ടുടമസ്ഥൻ ഗൾഫിലായിരിക്കും, നാട്ടിൽ ഫാമിലി ആയിരിക്കും ഉണ്ടായിരിക്കും. ഒരു കോൺട്രാക്ടർക്ക് വർക്ക് കൊടുത്ത് ഏൽപ്പിക്കുന്നു, പിന്നെ അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ വർക്കുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ പലപ്പോഴും വർക്ക് ഏറ്റെടുക്കുന്ന കോൺട്രാക്ടറും വീട്ടുടമസ്ഥനും തമ്മിൽ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുകയാണ്. കാരണം ഒന്നാമത് അദ്ദേഹം വേറൊരു സ്ഥലത്ത് നിന്നാണ് ഓരോരോ കാര്യം പറയുന്നത്. ഇവിടെ കോൺട്രാക്ടർ ആണെങ്കിൽ ഇയാളുടെ വീട് മാത്രമല്ല ഏറ്റെടുത്തിട്ടുണ്ടാവുക, അയാൾ ഒരുപാട് തിരക്കിലായിരിക്കും. അപ്പോൾ കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. അത് വീട് തുടങ്ങുമ്പോൾ വളരെ ബന്ധത്തിലായിരുന്ന, നല്ല സൗഹാർദ്ദത്തിലായിരുന്ന വീട്ടുടമസ്ഥനും കോൺട്രാക്ടറും തമ്മിൽ അവസാനം വീട് പണി കഴിയുമ്പോഴേക്ക് വൈരാഗികളാകുന്ന ഒരു കാഴ്ച നദീമിൻ്റെ മനസ്സിൽ പെട്ടു. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെ സൊല്യൂഷൻ കാണാമെന്നുള്ളതാണ് ഗ്യാപ്പ് അനാലിസിസിലൂടെ നദീം കണ്ടെത്തിയത്. നദീം ആദ്യം ഒരു കാര്യം ചെയ്തു, ഏത് വർക്ക് ചെയ്യുമ്പോഴും ആ വർക്ക് കഴിയുന്ന ഉടനെ തന്നെ വീട്ടുടമസ്ഥന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുക. വർക്കിൻ്റെ ഓരോ സ്റ്റേജിലും വീട്ടുടമസ്ഥൻ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഡോക്യുമെൻ്റ് ആയിക്കൊണ്ട് അദ്ദേഹം ചെയ്ത വർക്കുകളുടെ കൃത്യമായ ഡോക്യുമെൻ്റ് വീട്ടുടമസ്ഥന് കൊടുക്കുന്നു. പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, തനിക്ക് വർക്ക് തന്ന തീരുമാനം ശരിയായി എന്ന് വീണ്ടും 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 ഈ വീട്ടുടമസ്ഥനെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഓരോ റിപ്പോർട്ട് കൊടുക്കുമ്പോഴും അയാൾ ഹാപ്പി ആവുകയാണ്, നദീമിന് കൊടുത്തത് നന്നായി എന്ന്. അങ്ങനെ ആ വർക്കിൽ നിന്ന് തന്നെ നദീമിന് പുതിയ പുതിയ വർക്കുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ
പ്രത്യേകിച്ച് ബിസിനസ്സോ കരിയറോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നദീമിൻ്റെ കേസ് സ്റ്റഡിയിൽ നിന്നും 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തത്, നിങ്ങൾ നാട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ് നിങ്ങൾ ആർക്കാണോ ഉദ്ദേശിക്കുന്നത്, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ആ സ്ഥാപനത്തിലോ നൈസ് ടു ഹാവ് ആണോ മസ്റ്റ് ഹാവ് ആണോ, ആ ജോലി അവിടെ നിർബന്ധമായിട്ടും അതിന് ഡിമാൻഡ് ഉണ്ടോ, അതാൽ ആയാൽ കൊള്ളാം എന്നതാണോ. രണ്ടാമത്തത്, ഇപ്പോൾ ആ ജോലി ആരൊക്കെയാണ് ആ സർവീസ് കൊടുക്കുന്നത്, ഇപ്പോൾ കസ്റ്റമേഴ്സ് എവിടേക്കാണ് ഈ ജോലിക്ക് പോകുന്നത്, കോമ്പറ്റീറ്റേഴ്സ് വളരെ സ്ട്രോങ് ആണോ അല്ലയോ എന്ന്. മൂന്നാമത്, ഈ ജോലി ചെയ്യുന്ന ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഇപ്പോഴത്തെ ലിവിങ് സ്റ്റാൻഡേർഡ് എന്താണ്, അവർ സക്സസ്ഫുൾ ആണോ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് അവിടെ ഒരു വലിയ നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റിയിട്ടുണ്ടോ. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ ഒരു കരിയറോ ഒരു ബിസിനസ്സോ നാട്ടിലേക്ക് ചൂസ് ചെയ്യാനും തിരിച്ച് നാട്ടിലേക്ക് വരാനും പാടുള്ളൂ. ഇതിനെയാണ് റിയാലിറ്റി സോൺ. ഈ റിയാലിറ്റിയെ പഠിച്ചുകൊണ്ട് നദീം മുന്നോട്ട് വന്നപ്പോൾ തന്നെ നദീമിന് ഈസി ആയിട്ട് 3 വർഷങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിട്ടുള്ള നാട്ടിൽ ഒരു ജീവിതം സെറ്റിൽ ചെയ്യാനും ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് കരിയർ കെട്ടിപ്പടുക്കാനും പറ്റി. ബെന്യാമിൻ പറയുന്നുണ്ട്, ഉറപ്പില്ലാത്ത സമരങ്ങൾ, നമുക്ക് വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത സമരങ്ങൾക്കൊക്കെയും ഒരു അയഞ്ഞ വടി കൊണ്ട് പാമ്പിനെ അടിക്കുന്നത് പോലെയാണ്. പാമ്പാണെങ്കിൽ ചാവുകയുമില്ല, തിരിച്ചു കൊത്തുവാനും സാധ്യതയുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ആഗ്രഹം നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാനാണെങ്കിൽ കൃത്യമായി പഠനങ്ങൾ കൊണ്ടുപോവുക. ഇതൊരു ഫ്രെയിമാണ്, അച്ചാണ്. നമ്മുടെ ഉമ്മമാരൊക്കെ നമുക്ക് ചിലപ്പോൾ അച്ചപ്പം ഉണ്ടാക്കി തരും. അച്ചപ്പത്തിൻ്റെ പ്രത്യേകത എന്താ, ആ അച്ചിലണ്ട് ഇട്ട് കൊടുത്താൽ മതി, മാവ് അച്ചപ്പമായിട്ട് ഇങ്ങോട്ട് വരും. അതുപോലത്തെ ഒരു ഫ്രെയിമാണ് നദീമിൻ്റെ ജീവിതത്തിൽ നിന്നും നദീമിൻ്റെ കേസ് സ്റ്റഡിയിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. താങ്ക് യു.